ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ഈ മാസം 15 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, മദ്യനയ കേസുമായി ബന്ധപ്പെട്ട ഇഡി കസ്റ്റഡിയിൽ കഴിയുകയായിരുന്നു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. എന്തൊക്കെ വാദങ്ങളാണ് കോടതിയിൽ നടന്നത്? അഞ്ജന, ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്ന് ഇഡി ആവശ്യപ്പെടുകയായിരുന്നു. പ്രധാനമായും ഇന്ന് കസ്റ്റഡി കാലാവധി അവസരത്തെ തുടർന്നാണ് ഇന്നിപ്പോൾ ദില്ലിയിലെ റോസ് അവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കിയത്. പിന്നീട് ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ പ്രധാനമായും ഇഡിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയത് അന്വേഷണത്തിൽ പൂർണ്ണമായും കെജ്രിവാൾ സഹകരിക്കുന്നില്ല. ചോദ്യങ്ങൾക്കെല്ലാം തന്നെയും അറിയില്ല എന്നുള്ള ഉത്തരം മാത്രമാണ് നൽകുന്നത്. മാത്രമല്ല ഈ മൊബൈൽ ഫോൺ അടക്കമല്ലാതെയും പാസ്വേഡുകൾ നൽകാൻ തയ്യാറായിട്ടില്ല എന്നും ഇന്നിപ്പോൾ ഇഡി അറിയിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ കസ്റ്റഡി വേണ്ട എന്നുള്ളൊരു അനുമാനത്തിലേക്കാണ് ഇഡി എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതേ തുടർന്ന് ഇന്നിപ്പോൾ ഏപ്രിൽ 15 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതായത് അരവിന്ദ് കെജ്രിവാൾ ഈ ഒരു മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടത് ജയിലിൽ തനിക്ക് രാമായണം അല്ലെങ്കിൽ ഇത്തരത്തിൽ മതഗ്രന്ഥ പുസ്തകങ്ങളും മരുന്നും അടക്കമല്ലാതെ വേണമെന്നൊരു ആവശ്യം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. രാമായണവും ഭഗവത്ഗീതയും പിന്നെ അതുകൂടാതെ നീർജ ചൗധരി എഴുതിയ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകവും ഈ 3 പുസ്തകങ്ങളടക്കം പിന്നെ മരുന്ന് അടക്കമല്ലാതെയും ജയിലിൽ സൗകര്യങ്ങൾ നൽകണമെന്ന് അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യത്തിലെല്ലാം കോടതി അല്പസമയത്തിനകം തന്നെ അന്തിമ തീരുമാനമെടുക്കും. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുണ്ട് അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ദില്ലി ഹൈക്കോടതിയിൽ മറ്റൊരു കേസ് കെജ്രിവാൾ ഈ ഇഡി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെയും പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു പൊതുതാൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതിയിൽ വന്നിരുന്നു. ഈ പൊതുതാൽപര്യ ഹർജി ഇന്നിപ്പോൾ ദില്ലി ഹൈക്കോടതി തീർപ്പാക്കിയിട്ടുണ്ട്. ഇതിൽ ഈ പൊതുതാൽപര്യ ഹർജിയുമായി എത്തിയ ആൾ വിചാരണ കോടതിയെ സമീപിക്കട്ടെ എന്നുള്ളതായിരുന്നു ദില്ലി ഹൈക്കോടതി ഇന്ന് ഉത്തരവിട്ടത്. എന്തായാലും അവിടെ ഒരു ചെറിയൊരു ആശ്വാസം കെജ്രിവാളിന് ലഭിച്ചുവെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനീഷ് സിസോദിയയ്ക്കും സഞ്ജയ് സിംഗിനും ശേഷം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ ഒന്നാമൻ അതോടൊപ്പം തന്നെ ദില്ലിയിലെ മുഖ്യമന്ത്രിയായ കെജ്രിവാളും ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇനിയിപ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കൂട്ടുബുദ്ധിയിലും മറ്റെല്ലാം തന്നെയും ചോദ്യം ചെയ്യുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ വീണ്ടും ഇഡി കസ്റ്റഡി ചോദിച്ചേക്കാം. മാത്രമല്ല ഇനിയിപ്പോൾ ഈ കേസിൽ CBIയുടെ അന്വേഷണം കൂടി പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ CBI വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകുകയാണ്. 15 ദിവസം ഏപ്രിൽ 15 വരെയാണ് ഈ ഒരു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ വിചാരണ കോടതി വിട്ടിരിക്കുന്നത്. അഞ്ജന.